ജോലി കിട്ടി, ജോലിക്ക് പോകുന്നു, അല്പം രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട്. എന്നാലും അതിനൊന്നും ഒരു ലക്ഷ്യബോധമോ അതിൻ്റെ അർത്ഥതലങ്ങൾ നോക്കലോ ഒന്നും കാര്യമായിട്ട് പലർക്കും ഇല്ല. പക്ഷെ പ്രകൃതി ജീവനത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരാൾ കടന്നു വരുമ്പോൾ ജീവിതത്തെ വളരെ വ്യത്യസ്തമായി കാണാൻ അവർക്ക് സാധിക്കും. അതൊക്കെ അവരറിയാതെ തന്നെ അവർ കാണും. ജീവിതത്തിൽ എന്താണ് വേണ്ടത്, എന്തിനാണ് ജീവിക്കുന്നത്, ഈ ജീവിതം കൊണ്ട് നമ്മൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്. പശു ജീവിച്ച് പുല്ല് തിന്നു, പാല് കൊടുത്തു, കുട്ടി ചത്തുപോയി. അതുപോലെ അങ്ങ് ചുമ്മാ വലിച്ചെറിയപ്പെടാനുള്ളതാണോ നമ്മുടെ ജീവിതം? അതോ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു തൃപ്തി തോന്നുന്ന രീതിയിൽ എൻ്റെ സമയം ഞാൻ അങ്ങനെ വെറുതെ പാഴാക്കിയില്ല, ജന്മം വെറുതെ പാഴാക്കിയില്ല എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടുമോ എന്നുള്ളതാണ്. കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുന്നതിന് മുമ്പ് നോക്കുകയാണ് തൻ്റെ ജീവിതത്തെ, തിരിഞ്ഞു നോക്കുകയാണ്, ഒരു സ്ഥിരനോട്ടം. എല്ലാം പൂർത്തിയായി, എന്നിട്ട് മരിക്കുകയാണ്. ഇതുപോലെ പറഞ്ഞു മരിക്കാൻ എത്ര പേർക്ക് സാധിക്കും? ഈ ജന്മത്തിൽ എൻ്റെ റോള്, ഞാൻ അഭിനയിക്കേണ്ടിയിരുന്ന എൻ്റെ ഭാഗം സുന്ദരമായി തന്നെ ഞാൻ അഭിനയിച്ചു. ഇനി എനിക്ക് കടന്നു പോകാനായിട്ട് ഒന്നും ബാക്കിയില്ല, എല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് ആർക്കെല്ലാം തിരിച്ചു പോകാൻ സാധിക്കും? മലയാളത്തിൽ ഒരു പാട്ടുണ്ടല്ലോ, സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. സൂര്യൻ മഹാപ്രതാപശാലിയാണ്, ഈ പ്രപഞ്ചത്തിലെ സകലതിൻ്റെയും നിയന്താവാണ്. ആ സൂര്യൻ്റെ പോലും കിരീടം വീണുടയുന്നത് രാത്രിയുടെ മുന്നിലാണ്, വേറെ ഒരു നിവൃത്തിയില്ല. പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടും നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. നിഴലുകൾ പടുതിരിയാളും പ്രാണനിൽ. പണ്ടെല്ലാം നമ്മുടെ വീട്ടിൽ മണ്ണെണ്ണ വിളക്കായിരുന്നു. മണ്ണെണ്ണ തീർന്നു കഴിഞ്ഞാൽ കരിന്തിരി കത്തും. പടുതിരിയാളുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ടവരത് കാണാനുള്ള സാധ്യതയില്ല. മണ്ണെണ്ണ വിളക്ക് പോലും ആകെ നമ്മുടെ വീട്ടിൽ ഒരു വിളക്ക്, 2 വിളക്കൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ സ്ഥാനത്ത് ഒരു ബൾബ്, 100 വിളക്കിൻ്റെ പ്രകാശം തരുന്ന ബൾബ്, അതുപോലും നമുക്ക് പോരാതെയായിരിക്കുന്നു. ഇപ്പോൾ പടുതിരിയാളും പ്രാണനിലേതോ മരിക്കാൻ പോവുകയാണ്. ആണ് പടുതിരിയാളുന്ന പ്രാണൻ, കവിയുടെ ഒരു ഭാവന. നിഴലുകളാടുന്നു. നാളം ഇങ്ങനെ നാളി കെടാൻ പോകുന്നതിന് മുമ്പ് നിഴലുകളാടുന്നു. വിളക്കിൻ്റെ തന്നെ നിഴലും ആവാം. അഗ്നിയായി കരൾ നീറവേ മോക്ഷമാർഗം നീട്ടുമോ, ഇഹ പരശാപം തീരാനമ്മേ, ഇനിയൊരു ജന്മം വീണ്ടും തരുമോ. അഗ്നിയായി കരൾ നീറുകയാണ്. അതിനു മുമ്പ് നെഞ്ചിലെ പിരിശങ്കുണ്ട്. ഒരു സുന്ദരമായ മറ്റൊരു ഭാവനയാണ്. നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നു പോയി, നാമജപാമൃത മന്ത്രം ചുണ്ടിൽ ക്ലാവു പിടിക്കും സന്ധ്യാനേരം. നെഞ്ചിലെ പിരിശങ്കിലെ ഹൃദയത്തെയാണ്. നേരെ അമ്പലത്തിലെ ശംഖ് വിളിയും പിരിശങ്കിലെ തീർത്ഥമെല്ലാം, ശങ്കിലാണ് തീർത്ഥം എടുത്ത്
അതെല്ലാം വാർന്നു പോയി. അപ്പൊ തീർന്നു, തീരാൻ പോവുകയാണ്. നാമജപാമൃത മന്ത്രം ചുണ്ടിൽ ക്ലാവ് പിടിക്കും. എന്താണ് നാമജപാമൃത മന്ത്രം ചുണ്ടിൽ ക്ലാവ് പിടിച്ചത്? എന്തുകൊണ്ടാണ് ക്ലാവ് പിടിക്കുന്നത്? എപ്പോഴാ? ഉപയോഗിക്കാതിരുന്നിരുന്നിരുന്നിരുന്ന് മരിക്കുന്ന നിമിഷത്തിലാണ് ആത്മീയ ചിന്ത വരുന്നത്. ആ നിമിഷത്തിൽ അത് നാമം ജപിക്കാൻ, ഈശ്വരാന്ന് വിളിക്കാൻ നോക്കുമ്പോൾ നാവ് വഴങ്ങണില്ല, ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. അപ്പം എന്തൊരു ജീവിതമാണ് ജീവിച്ചതെന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാം. മംഗലശ്ശേരി നീലകണ്ഠനാണ്. ജീവിതം മുഴുവൻ പരാക്രമങ്ങൾ നടത്തി അവസാനം മരണത്തിൻ്റെ നേരത്ത് അപ്പോഴാണ് അഗ്നിയായി കരൾ നീറവേ മോക്ഷമാർഗം കിട്ടുമോ, ഇഹ പരശാപം തീരാനമ്മേ, ഇനിയൊരു ജന്മം, ഞാൻ ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടിയതിൻ്റെ പാപം മുഴുവൻ തീർക്കാൻ ഒരു ജന്മവും കൂടി തരുമോ എന്ന് ചോദിച്ച് കരയാനല്ലാതെ എന്താ സാധിക്കുക? അപ്പോൾ ഈ ഈ ജീവിതത്തിൽ ഒരു നിമിഷം പോലും നഷ്ടപ്പെടാതെ സർവനിമിഷത്തിലും അർത്ഥം നൽകി ജീവിക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണം, ജീവിതത്തെ അങ്ങനെ ഒരു പരീക്ഷണമാക്കിയ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് ജീവിതത്തെ ഒരു പരീക്ഷണമാക്കി ഒരു ജീവിത ശാസ്ത്രജ്ഞൻ, സാമൂഹ്യ ശാസ്ത്രജ്ഞനായി തൻ്റെ ജീവിതത്തെ ഓരോ വാക്കിനെയും, ചിന്തയെയും, വാക്കിനെയും, പ്രവൃത്തിയെയും ഏറ്റവും അർത്ഥമുള്ളത് മാത്രമാവണം, അനാവശ്യമായൊരു വാക്ക് പോലും വീഴരുത്, ചിന്ത വേണ്ട, അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനുണ്ട്. ഗാന്ധി, മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി നിരവധി കാര്യങ്ങൾ ചിന്തിച്ചു, പറഞ്ഞു, ചെയ്തു. ഇതിൻ്റെ എല്ലാം ആഴത്തിലുള്ള ഒരു കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ, നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ, ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ നിന്ന് ഓടിപ്പോയി അതുകൊണ്ട് പോകുക എന്നതിനേക്കാൾ അപ്പുറത്ത് ഏറ്റവും ക്രിയാത്മകമായ ചിന്തകൾ മാത്രം. നമ്മുടെ ഉള്ളിൽ വരുന്ന നല്ലൊരു ശതമാനം ചിന്തകളും മറ്റുള്ളവരെ അറിയിച്ചാൽ നമുക്ക് തന്നെ നാണക്കേടാകുന്നതും മോശമാകുന്നതും വാസ്തവത്തിലെടുത്ത് ചവറ്റുകൊട്ടയിൽ ഇടേണ്ട ചിന്തകളാണ് നല്ലൊരു ശതമാനവും നമുക്ക് വരുന്നത്. ബോധപൂർവമായൊരു ശ്രമത്തിലൂടെ മാത്രമേ നല്ല ചിന്തകൾ മാത്രം കടന്നു വരുന്ന ഒരവസ്ഥ നമുക്കുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാണ് മെഡിറ്റേഷനും ധ്യാനം, യോഗ, ആഹാരത്തിലെ അച്ചടക്കം, പ്രകൃതി രീതിയിൽ അറിഞ്ഞും അറിയാതെയൊക്കെ ഇതെല്ലാം കൂടി വരുന്നുണ്ട്. ഒരു സമ്പൂർണമായ മാറ്റമാണ് ജീവിതത്തിന് പ്രകൃതി ജീവനം വഴിവെക്കുന്നത്. അതറിഞ്ഞിട്ട് ചെയ്യുന്നവരുമുണ്ട്, ചൊറി മാറാനായിട്ട് പ്രകൃതി ചെയ്യുന്നവരുമുണ്ട്. പിന്നെയും ചൊറി വരുമ്പോൾ പ്രകൃതി, ചൊറി മാറിക്കഴിയുമ്പോൾ വികൃതി, വികൃതി കൂടി ചൊറി പിന്നെയും വരുമ്പോൾ പിന്നെയും പ്രകൃതി, പിന്നെയും വികൃതി. അങ്ങനെയെങ്കിൽ അങ്ങനെ, അത്രയെങ്കിൽ അത്രയും ആവട്ടെ. ഇത് വികൃതി ചെയ്ത് ചൊറി വരുമ്പോൾ വീണ്ടും വികൃതി മരുന്നിന് പോകുന്നതിനേക്കാളും നല്ലത് അന്നേരം പ്രകൃതി. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. പ്രകൃതി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പാടില്ല, വേറെ ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല. ഏത് രോഗികൾക്ക് വേണ്ടി ഇവിടെ കൊടുക്കുന്ന ഭക്ഷണം കണ്ടിട്ട് ആള് പേടിച്ചാൽ എന്ത് ചെയ്യും? രോഗികൾക്ക് വേണ്ടി ഇവിടെ ചെയ്യുന്ന ചിട്ടകൾ രോഗം മാറുന്നത് വരെയൊക്കെയുള്ളതാണ്. രോഗം മാറിക്കഴിഞ്ഞാൽ രോഗികൾക്ക് ചെയ്യുന്ന ചിട്ടകൾ തന്നെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? രോഗമുള്ളപ്പോൾ പ്രകൃതി ചികിത്സ, രോഗം മാറിയാൽ പ്രകൃതി ജീവനം. ഇവിടെ പ്രകൃതി ജീവനമാണ്. ഇവിടെ പ്രകൃതി ചികിത്സയാണ്. തികഞ്ഞ അച്ചടക്കം വേണം. ഒരു തരത്തിലും ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ചികിത്സയാണ്, രോഗം മാറാൻ വേണ്ടിയാണ്, പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല, എൻജോയ്മെൻറ്റിന് വേണ്ടിയല്ല. വളരെ ഗൗരവത്തോടെ ഫോക്കസ് ചെയ്ത് ചികിത്സ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് രോഗം മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ ശരീരത്തെ ദ്രവിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന ഒരു സാധ്യത ഉള്ളിൽ വരികയാണ്. മൊത്തം ശരീരത്തെയും ജീവനെയും ജീവിതത്തെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള ചിട്ടകളാണ് നമ്മൾ ചെയ്യുന്നത്. അത് അതിൻ്റെതായ ഗൗരവത്തോടെ ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടും. പക്ഷെ അലക്ഷ്യമായി ചെയ്തത് കൊണ്ട് രോഗം മാറില്ല. അലക്ഷ്യമായി നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാം, വലിയ കുഴപ്പമൊന്നും വരില്ല. പിന്നെ അലക്ഷ്യമായ ചികിത്സകളുണ്ട്, കാശ് കൊടുത്താൽ മതി, ഡോക്ടർമാരവിടെ കാത്തിരിപ്പുണ്ട്,
കത്തിക്ക് മൂർച്ച കൂട്ടി. തൈറോയിഡിൻ്റെ തകരാറ് കുറച്ച് നാൾ മരുന്നൊന്നും മാറിയില്ലെങ്കിൽ അതങ്ങോട്ട് മുറിച്ച് കളഞ്ഞേക്കും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നന്നാവും. പീരീഡ്സ് മാറില്ലെങ്കിൽ ഫൈബ്രോയിഡിൻ്റെ സിസ്റ്റ് ഉണ്ട്, മരുന്ന് കുറച്ച് തന്നിട്ട് മാറുന്നില്ല എന്ന് പറയുമ്പോൾ അത് എടുത്ത് അങ്ങ് മുറിച്ച് കളഞ്ഞേക്കും. എന്തൊരു എളുപ്പമാണ് ചികിത്സ, അവിടെ വളരെ എളുപ്പമാണ്. ഇന്നലെ എനിക്കൊരു പേഷ്യൻ്റ് കൊല്ലത്ത് വന്നു. അങ്ങേരുടെ വെട്ടിക്കോട് രാവിലത്തെ ക്ലാസ്സിൽ, അവിടെ വെട്ടിക്കോട് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അയാളുടെ പാൻക്രിയാസ് മുറിച്ച് കളഞ്ഞു ഡോക്ടർ. അയാൾ കുറേ നന്നായി. അയാളല്ല, ഡോക്ടർ കുറേ നന്നായി. ഇൻസുലിൻ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ജീവിതകാലം മുഴുവനും അയാൾ ഇൻസുലിൻ എടുത്തേ പറ്റുള്ളൂ. പാൻക്രിയാസാണ് മുറിച്ച് കളഞ്ഞേക്കുന്നത്. അങ്ങനെ വളരെ എളുപ്പമുള്ള ചികിത്സകൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്. ഇവിടെ അല്പം പ്രയാസമുണ്ട്, പക്ഷേ മുറിച്ചും കളയേണ്ടതായിട്ട് വരില്ല. കാല് പഴുത്തു, മരുന്ന് കേട്ടും മാറണില്ല, ചെത്തി വലുതാക്കി നോക്കി. ഈ ഡോക്ടർമാർക്ക് ഭയങ്കര സംശയമാണ്, ഈ മുറിവ് ഉണങ്ങാത്തത് ചെറുതായത് കൊണ്ടാണോ? അപ്പോൾ അവർ ചെത്തി ഒന്ന് വലുതാക്കി നോക്കും. എന്നിട്ട് ഉണങ്ങാത്തപ്പോൾ കുറച്ചും കൂടെ ചെത്തും. അങ്ങനെ കാൽവെള്ളം മൊത്തത്തിൽ മാന്തിപ്പറിച്ച് വെച്ചിട്ട് വിരലിലേക്ക് കണക്ഷനൊക്കെ പോയി. പിന്നെ പാദം മുറിക്കണമെന്ന് പറഞ്ഞപ്പോൾ വന്നിട്ടുള്ള ആളിലൊക്കെ നമുക്ക് ധാരാളമുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ വേണമെങ്കിൽ എനിക്ക് കാണിക്കാം. പക്ഷെ ചില ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ പ്രയാസം വരും. ഒരു ദിവസം പോയി ചിലർ അങ്ങനെ കണ്ടതിന് ശേഷം പിന്നെ അത് കാണിക്കാറില്ല. അത്രയ്ക്ക് മുറിക്കേണ്ട പഴുത്ത് ചീഞ്ഞ കാലുകളൊക്കെ നമുക്ക് വരാറുണ്ട്. ചെത്തി വലുതാക്കിയതാ. എൻ്റെ ഡോക്ടറെ കാലിലൊരു ആണി പോലെ ഒരു കൊണ്ടതാണ് ഡോക്ടറെ, അതിങ്ങനെ ചെത്തി ഇത്രയും വലുതാക്കി ഡോക്ടറെ. ഞാൻ കാണില്ല ഡോക്ടറെ, സർജറിക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ കയറ്റും, പൊതിഞ്ഞിങ്ങ് വിടും, കയറ്റും. ഞാൻ കാണില്ല ഡോക്ടറെ. അവസാനം മുറിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഡോക്ടറെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ട് തകർന്നു പോയി. അപ്പോൾ അലക്ഷ്യമായ ജീവിതത്തിന് അലക്ഷ്യതയോടെയുള്ള ചികിത്സ, അല്ലെങ്കിൽ രോഗത്തെ ലാഭമാക്കാൻ വേണ്ടി നടക്കുന്ന ചികിത്സയുണ്ട്. ആശുപത്രികളിൽ വിൽക്കപ്പെടുന്ന ചികിത്സ, വിൽക്കപ്പെടുന്ന സർജറി നിങ്ങളുടെ രോഗം കൊണ്ട് പരമാവധി ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ്. കള്ള് മുതലാളിമാരാണ് നമ്മുടെ നാട്ടിൽ ആശുപത്രി നടത്തുന്നത്. കള്ള് മുതലാളി നടത്തുന്ന ആശുപത്രിയിൽ പോയിട്ട് ആ ആശുപത്രിയിൽ നിന്ന് നന്മ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന മനുഷ്യനെ എന്താ ചെയ്യേണ്ടത്? പിന്നെ കഴുത്തറപ്പന്മാര് 200 മുത്ത് 300 മുത്ത് തന്നെ ഊറ്റിയെടുക്കുന്നവരൊക്കെയാണ് ഈ കഴുത്തറപ്പം ബ്ലേഡുകാരൊക്കെയാണ് ആശുപത്രി നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു കച്ചവടത്തിനുള്ളതാണോ നിങ്ങളുടെ ജീവിതം? നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ രോഗവും ബാക്കിയുള്ള കുറച്ച് ആർത്തി പൂണ്ടവർക്ക് കാശുണ്ടാക്കാനുള്ളതാണെന്നാണ് നിങ്ങൾ കരുതിയിട്ടുള്ളത്. വേറൊരു നിവൃത്തിയില്ല, മാറുകയില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഈ രോഗങ്ങൾ വന്നാൽ മാറുകയില്ല, കച്ചവടക്കാരുടെ അടുത്ത് പോയാൽ മതിയാവുന്നൊരവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ. അല്ലല്ലോ, ഇതൊരു പ്രയാസമില്ലാതെ നിങ്ങളുടെ ഉള്ളിലുള്ള, നിങ്ങളുടെ ശരീരത്തെ കാണപ്പെടാത്ത ഒരു കോശത്തിൽ നിന്ന് വളർത്തി പെരുക്കി 2, 4, 8, 16, 32, 64, 128 ഇങ്ങനെ വളർത്തി പെരുക്കി ഭ്രൂണമാക്കി സൈഗോട്ട് ഫോമിൽ, പിന്നെ വാൽമാക്രി, തവള, കോഴി പരുവത്തിലാക്കി കുഞ്ഞാക്കി അമ്മയുടെ ഉദരത്തിൽ പണിയെല്ലാം തീർത്ത് പുറത്തേക്ക് വന്ന് മുല മേടിച്ചും ഭക്ഷണം കഴിച്ചും സ്വയം വളരാൻ അറിയാവുന്ന, അതിനെ വളർത്തിയെടുത്ത പ്രാണൻ എന്ന ശക്തിവിശേഷം, അത് നിങ്ങളുടെ ഉള്ളിലുള്ളിടത്തോളം കാലം നിങ്ങൾക്കൊരു ഡോക്ടറുടെ ആവശ്യമില്ല. ആ പ്രാണം പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ ആവശ്യം നമുക്കുണ്ട്. പ്രാണം പുറത്തു പോയി കഴിഞ്ഞാൽ ഡോക്ടറുടെ ആവശ്യമുണ്ട്. എന്തിന്? പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. പ്രാണൻ എങ്ങനെയാ പോയെന്നറിയാൻ. മെഡിക്കൽ കോളേജിൽ അവരതേ പഠിക്കുന്നുള്ളൂ. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഒരു ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ്, അസ്ഥിയുടെ സന്ധികളെല്ലാം ഉണ്ടോ, ഒടിഞ്ഞിട്ടുണ്ടോ, മടിഞ്ഞിട്ടുണ്ടോ, മുറിഞ്ഞിട്ടുണ്ടോ, അനാട്ടമി ഫിസിയോളജിയൊക്കെയാണ് അവർ പഠിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ശവത്തിലാണ് അവർ പഠിക്കുന്നത്. ഒരു ശവശരീരം കീറി മുറിച്ചാണ് പഠിച്ചേക്കുന്നത്. തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെ ചെയ്തോട്ടെ, അവർക്ക് എന്താ ജീവനുമായിട്ട് എന്താ കാര്യമുള്ളത്? MBBS കഴിയുന്ന MD കഴിയുന്ന ഡോക്ടർമാരിൽ എത്ര പേര് ജീവനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്? ഞങ്ങൾ ഡോക്ടർമാർ പലരും എൻ്റെ ക്ലാസ്സുകളിൽ ഇങ്ങനെ വരാനും, ഞങ്ങളെ ആരോഗ്യത്തെക്കുറിച്ചൊന്നും പഠിപ്പിച്ചിട്ടില്ല, രോഗത്തെക്കുറിച്ചേ പഠിപ്പിച്ചിട്ടുള്ളൂ, കുനുകുനായിരുന്ന് മുഴുവനും എഴുതിയെടുക്കുന്ന ഡോക്ടർമാരോട് ഞാൻ 2000-ൻ്റെ ആദ്യങ്ങളിൽ ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി, ഇവിടെ നിന്ന് മാത്രമല്ല തായ്ലാൻഡിൽ നിന്ന് സഹിതം,
അപ്പോൾ എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ, അപ്പം മെഡിക്കൽ സിലബസ് ഞാനൊന്ന് വാങ്ങിച്ചു. ഞാനും എൻ്റെ സഹധർമ്മിണി സൗമ്യയും കൂടെ ഇരുന്നു ചെക്ക് ചെയ്തു പഠിച്ചു. പരമ കഷ്ടം. ഇതും പഠിച്ചിട്ടാണ് അവർ വലിയ ഡോക്ടർമാരായിട്ട് നമ്മളെ ചികിത്സിക്കാൻ വരുന്നതെങ്കിൽ നശിപ്പിച്ച് അവരെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനേ കൊള്ളൂ. നിങ്ങൾ അന്വേഷിച്ചോളൂ, മെഡിക്കൽ ടെക്സ്റ്റ് എടുത്ത് സിലബസ് എടുത്ത് പഠിച്ചോ. ജീവൻ എങ്ങനെയാണ് ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, ജീവന്റെ നിയമങ്ങളെക്കുറിച്ചൊരു വാക്ക് അതിനില്ല. ആരോഗ്യം എന്താണ് എന്നതിനെ കുറിച്ചില്ല. നിങ്ങൾ വിശ്വസിക്കുമോ? അവര് ജീവനെക്കുറിച്ച് പഠിക്കുന്നില്ല, ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കുന്നില്ല, ആഹാരത്തെക്കുറിച്ച് പഠിക്കുന്നില്ല. അതിൻ്റെ പോരായ്മ നമ്മളൊക്കെ പറഞ്ഞൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർമാരെ അല്ല, ഡോക്ടർമാരെ എപ്പോഴും അത് പഠിപ്പിക്കുന്നില്ല, ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റുകളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ മരുന്ന് എന്ന് പറഞ്ഞ് കെമിക്കലാണ് തരുന്നത്. ശരീരത്തെ നിലനിർത്താൻ, ശരീരത്തെ പോഷിപ്പിക്കാൻ, ശരീരത്തിൻ്റെ കേടുതിരുത്താൻ വേണ്ടത് ബയോളജിക്കലായ മെറ്റീരിയൽസ് ആണ്. ഇത് അടിസ്ഥാനപരമായ ഒരു കോമൺ സെൻസ് ആണ്. പക്ഷെ അവരെ പഠിപ്പിച്ചത് മുഴുവൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാനുള്ള മെഡിക്കൽ സയൻസ് ആണ് അവരെ പഠിപ്പിച്ചത്.